ജയ് ശ്രീകൃഷ്ണ. ഗുരുവായൂരപ്പനെ നേദിക്കാനായി കൊണ്ടുവന്ന അരിയും സഞ്ചിയും വലിച്ചെറിഞ്ഞ കഥ അറിയുമോ നിങ്ങൾക്ക്? പണ്ട് കാലത്ത് ഈ റെസിപ്റ്റ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഭക്തരും പൂജാരിയും തമ്മിൽ നേരിട്ടായിരുന്നു ഇടപാടുകൾ. അങ്ങനെയിരിക്കെ ഒരു വൃദ്ധനായ മുത്തശ്ശൻ താൻ നേർച്ച വെച്ച പ്രകാരം നേദിക്കാൻ അരിയുമായി വന്നു. മേൽശാന്തി ആ അരി ഒന്ന് സൂക്ഷിച്ചു നോക്കി. അതിനകത്തൊത്തിരി കല്ലുകളും നെല്ലുമൊക്കെ കണ്ടുകിട്ടി. അത് നേദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു വൃദ്ധൻ അപേക്ഷിച്ചു. അങ്ങനെ ക്രോധിതനായ മേൽശാന്തി ആ അരിയിരുന്ന സഞ്ചി വലിച്ചെറിഞ്ഞു. എന്നിട്ട് വൃദ്ധനായ മുത്തശ്ശൻ്റെ അടുത്ത് പറഞ്ഞു, തനിക്ക് നേദിക്കണമെന്നുണ്ടെങ്കിൽ താൻ തന്നെ നേദിക്കൂ. അതൊക്കെ കേട്ട് വിഷമം തോന്നിയ വൃദ്ധനായ മുത്തശ്ശൻ അമ്പലത്തിന് വെളിയിലിറങ്ങിയപ്പോൾ ഒരു കാളവണ്ടി പോന്നു. ആ കാളവണ്ടിയിൽ ഒത്തിരി കുടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് മേൽശാന്തി പറഞ്ഞ കാര്യം മുത്തശ്ശൻ്റെ ഓർമ്മയിൽ വന്നത്. അങ്ങനെ വൃദ്ധനായ മുത്തശ്ശൻ തന്നെ പായസം വെക്കുവാനായി തീരുമാനിച്ചു. കാളവണ്ടിക്കാരൻ്റെ കയ്യിൽ നിന്ന് കുടമൊക്കെ വാങ്ങി അമ്പലക്കുളത്തിൽ സ്നാനം ചെയ്തു. അതിനുശേഷം ഒരു ആൽച്ചുവട്ടിൽ ഒരു പഴകിയ കൃഷ്ണവിഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് വെച്ച് തന്നെ പായസം ഉണ്ടാക്കാനായി തുടങ്ങി. പായസമൊക്കെ പാകപ്പെടുത്തി കഴിഞ്ഞ് അത് അവിടെ തന്നെ നേദിക്കുവാനായി ആ വൃദ്ധനായ മുത്തശ്ശൻ തീരുമാനിച്ചു. അങ്ങനെ അത് നേദിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ച് കണ്ണ് തുറന്നപ്പോഴാണ് ഒരു അത്ഭുതം സംഭവിച്ചത്. ആ കുടത്തിൽ നിന്ന് ആരോ പായസം കൈകൊണ്ട് വാരിയെടുത്തിരിക്കുന്നു. വൃദ്ധനായ മുത്തശ്ശന് അത് ആരാണെന്ന് മനസ്സിലായില്ല. അതേസമയം ഭഗവാൻ ഗുരുവായൂരപ്പന് നേദിക്കുവാനായി മേൽശാന്തി ഉണ്ടാക്കിക്കൊണ്ടുവന്ന പായസം താഴെ വീണു. മേൽശാന്തിക്ക് വിഷമം തോന്നി. മേൽശാന്തി ഗുരുവായൂരപ്പനോട് ക്ഷമ അപേക്ഷിക്കാൻ ചെന്നപ്പോൾ മേൽശാന്തിയുടെ ശ്രദ്ധ ഗുരുവായൂരപ്പൻ്റെ മുഖത്തേക്ക് പതിച്ചു. ഗുരുവായൂരപ്പൻ്റെ മുഖത്താവട്ടെ പായസം പറ്റിയിരിക്കുന്നത് മേൽശാന്തി ശ്രദ്ധിച്ചു. അങ്ങനെ ആകെ അതിശയത്തോടെ മേൽശാന്തി വെളിയിലിറങ്ങിയപ്പോഴാണ് ആ വൃദ്ധനായ മുത്തശ്ശൻ ആ പായസവും കലവും കൊണ്ടുവരുന്നത്. അപ്പോഴാണ് മേൽശാന്തിക്ക് മനസ്സിലായത് വൃദ്ധനായ മുത്തശ്ശൻ്റെ പായസമാണ് ഗുരുവായൂരപ്പൻ ഇന്ന് കഴിച്ചതെന്ന്. മേൽശാന്തി വൃദ്ധനായ മുത്തശ്ശനോട് മാപ്പപേക്ഷിച്ചു. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.